ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലോക്ക്ഡൗൺ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ പോകുന്നത് തീയലാണ്. തീയൽ ഭയങ്കര കോമൺ ആണ്. തീയൽ തന്നെ പല ടൈപ്പുകളുണ്ട് അല്ലേ. ചെമ്മീൻ തീയലുണ്ട്, ഉള്ളി തീയലുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ വറുത്തരച്ച തീയലാണ്. അത് വെറൈറ്റി ആണെന്ന് ചോദിച്ചാൽ എല്ലാവരും പല പല സ്റ്റൈലിലാണ് തീയൽ പാചകം ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു തീയലാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഇത് കാണിക്കുന്നത്. ഇത് ഒന്നൊന്നായിട്ട് ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതാണ് നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പം നമ്മൾ 2 സ്റ്റൗവും കത്തിച്ചിട്ട് ഒരു സ്റ്റൗവിൽ പച്ചക്കറി വേവിക്കുകയും ഒരു സ്റ്റൗവിൽ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ ചേർക്കുന്ന സാധനങ്ങളാണ് 4 കൊച്ചുള്ളി, 1/4 സ്പൂണോളം പെരുംജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉണക്ക തേങ്ങ എടുത്താൽ അത്രയും സിമ്പിളായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാൻ പറ്റും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഉണക്ക തേങ്ങയാണ്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ പാചകം ചെയ്യേണ്ടത്. അടി പിടിക്കാതെ നന്നായിട്ടതൊന്ന് വറുത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് നമ്മുടെ തേങ്ങ ഒന്ന് വറുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. 1/4 സ്പൂണോളം കടുകാണ്, ടീസ്പൂണോളം കടുകാണ് ഞാൻ ഇടുന്നത്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിൽ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ മൂത്തതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 7 തൊട്ട് 8 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഫൈനലി ചോപ്ഡാണ്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് തേങ്ങയിലും കൂടെ ശ്രദ്ധിക്കുക, അടി പിടിക്കാതെ കരിയാതെ ശ്രദ്ധിക്കണം. തേങ്ങ ഏകദേശം കുറച്ച് മൂത്ത് കഴിയുമ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കാഷ്യൂനട്ട് ഇടും. ഞാനിവിടെ 5 കാഷ്യൂസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പറങ്കിപ്പഴം അല്ലെങ്കിൽ പറങ്കി മാവ് ഉണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന പച്ച പറങ്ങാണ്ടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ തന്നെ വേറെ അടിപൊളി ടേസ്റ്റാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാഷ്യൂനട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പച്ചക്കറിയായിട്ട് ആഡ് ചെയ്യാം. മുരിങ്ങയ്ക്ക ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ അത് പകുതിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ഉണ്ട്. പക്ഷേ ഇത് കുറേ വെന്ത് കഴിഞ്ഞിട്ട്, ബാക്കിയുള്ള പച്ചക്കറികൾ വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിടാം. കാരണം പെട്ടെന്ന് വേഗമയാണല്ലോ നമ്മുടെ വെണ്ടയ്ക്ക. അപ്പോൾ അതുകൊണ്ട് അത് പിന്നീടിടാം. ഞാനിവിടെ ഒരു 2-2.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് പച്ചക്കറികൾ നന്നായിട്ട് വേകണം. ഞാനിവിടെ ടോപ്പ് വെച്ച് അടച്ചു വെച്ചു. ഇവിടെ നമ്മുടെ തേങ്ങ അത്യാവശ്യം മൊരിഞ്ഞു തുടങ്ങി. അപ്പം ഈ സ്റ്റേജിൽ നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ ഇടണം. കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന്, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് വറുത്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം 3/4 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അതായത് നമ്മുടെ മസാലാസ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇച്ചിരി മൂക്കുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലാദ്യം വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് പൊടിക്കാം.
അത് കഴിഞ്ഞ് ഗ്രാജുവലി കുറച്ച് ആവശ്യത്തിന് വേണ്ടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ശ്രദ്ധിക്കണം, തേങ്ങ വറുത്തതിന് ശേഷം ഉടനെ അരയ്ക്കാൻ നിൽക്കരുതും. അത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ ഇടാവുള്ളൂ. അപ്പം നമ്മളുടെ പച്ചക്കറി ഏകദേശം 80% വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് വെജിറ്റബിൾസായ ടൊമാറ്റോയും വെണ്ടയ്ക്കയും കൂടെ ഇടാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പിഴിഞ്ഞ പുളിവെള്ളവും ഇതിലോട്ട് ഇടാം. ഞാനിത് അരിപ്പ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലെ പുളി തന്നെയാണ്. അപ്പോൾ ഇതിൽ ചെറുതായിട്ടുള്ള തരിയോ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ അകത്ത് പോകാതിരിക്കാനായിട്ടാണ് ഞാൻ അരിപ്പ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പ യൂസ് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ഇടാൻ നേരത്ത് ചക്കക്കുരുവും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായ അരപ്പ് നമുക്ക് കറിയിലോട്ടിടാം. ഇത് പെർഫെക്റ്റായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറ് ഫോമായിട്ടുണ്ട് കറിക്ക്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.